പിന്നെ കാണാൻ പറ്റുന്നില്ല പ്രഭു, കേൾക്കാൻ പറ്റുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മള് ഏത് ഭാഗങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭു. അതാണ് പ്രണാം പ്രഭു. നമ്മൾ ഇനി 38-ാമത്തെ ശ്ലോകമാണ് എടുക്കാനുള്ളത്. 81-ാമത്തെ അധ്യായം, സ്കന്ധം 10, 81, 38-ാമത്തെ ശ്ലോകമാണ് ഇനി. 38-ാമത്തെ ശ്ലോകമാണ്. 37-ാമത്തെ ശ്ലോകം പറഞ്ഞു നിർത്തിയപ്പോൾ എവിടെയാണ്, ഏത് ഭാഗത്താണ് നിർത്തിയത്? ആധ്യാത്മിക ഉൾക്കാഴ്ചയില്ലാത്ത ഒരു ഭക്തന് ഭഗവാൻ രാജകീയ പദവിയും ഭൗതിക സ്വത്തുക്കളും പോലുള്ള അത്ഭുതകരങ്ങളായ ഭൗതിക ഐശ്വര്യങ്ങൾ നൽകാറില്ല. അതെ, ജന്മരഹിതനായ ഭഗവാൻ ഐശ്വര്യം പൂണ്ട് സമ്പന്നൻ അധപ്പതിക്കുന്നത് തന്റെ അമേയമായ ബുദ്ധിയാൽ അറിയുന്നു. അത്രയേ ഉള്ളൂ കാര്യം. അപ്പം ഭഗവാൻ നോക്കി കണ്ടൊക്കെ കൊടുക്കുന്ന അർത്ഥം അല്ലേ? ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകത്തിലോട്ട് നമുക്ക് പോവാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 38. ഇത്തം വ്യവസിതോ ബുദ്ധ്യാ ഭക്തോതീവ ജനാർദ്ദനെ വിഷയാജ്ഞയായ അത്യക്ഷൻ ബുഭുജേനാതിലംബടഃ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ശുകദേവ ഗോസ്വാമി തുടർന്നു, ഇപ്രകാരം ആത്മീയമായ ബുദ്ധി കൊണ്ട് ദൃഢനിശ്ചയം ചെയ്ത സുദാമാവ് എല്ലാ ജീവജാലങ്ങളുടെയും ആശ്രയമായ ഭഗവാൻ കൃഷ്ണനിൽ പൂർണ്ണ ഭക്തിയുള്ളവനായി തുടർന്നു. ദുരാഗ്രഹമില്ലാതെയും ഇന്ദ്രിയ സുഖങ്ങൾ ആത്യന്തികമായി ത്യജിക്കണമെന്ന ആശയം മനസ്സിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ടും തന്റെ മേൽ പ്രിയപ്പെട്ടിരിക്കുന്ന ഇന്ദ്രിയ സുഖങ്ങളെ അദ്ദേഹം പത്നിയോടൊപ്പം ആസ്വദിച്ചു. ട്രാൻസ്ലേഷൻ പ്രഭു. ഇപ്രകാരം ആത്മീയമായ ബുദ്ധി കൊണ്ട് ദൃഢനിശ്ചയം ചെയ്ത സുദാമാവ് എല്ലാ ജീവജാലങ്ങളുടെയും ആ ഒരു വരി ഒന്നുകൂടെ വായിച്ചായിട്ട്, ദൃഢനിശ്ചയം എന്ന് പറയുമ്പോൾ ഇപ്രകാരം ആത്മീയമായ ബുദ്ധി കൊണ്ട് ദൃഢനിശ്ചയം ചെയ്ത ആത്മീയമായ ബുദ്ധി കൊണ്ട് ദൃഢനിശ്ചയം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഭൗതികതയിൽ നിന്ന് വേർപെട്ട ആധ്യാത്മികമായ ലോകത്തിലൂടെ, ആധ്യാത്മികമായ അറിവിലൂടെ ആധ്യാത്മികതയ്ക്ക് പ്രാധാന്യം നൽകി ഭൗതികതയെ മാറ്റി നിർത്തി അദ്ദേഹം ചിന്തിക്കുന്നു. അങ്ങനെയാണ്. അതെ, ഹരേ കൃഷ്ണ. അപ്പം അവിടെ 6 ക്വാളിറ്റി വരുന്നു അല്ലേ? ഒരു ഭക്തനാകേണ്ട 6 ക്വാളിറ്റി, അല്ലെങ്കിൽ ഒരു ഭക്തന്റെ 6 ക്വാളിറ്റി, എങ്ങനെ വേണമെങ്കിലും പറയാം. ഏതൊക്കെയാ? ആനുകൂലസ്യ ആനുകൂലസ്യ സങ്കല്പ ചൈതന്യചരിതാമൃതം 100-ാമത്തെ ശ്ലോകം. ആനുകൂലസ്യ സങ്കല്പ പ്രതികൂലസ്യ വർജനം. ഭഗവാന്റെ ഭക്തിയിലേക്ക് വഴി തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് മാത്രമേ നമ്മൾ എടുക്കൂ എന്നർത്ഥം. ആനുകൂലസ്യ സങ്കല്പ. ഇനി അതിന് വിപരീതമായതൊക്കെ പ്രതികൂലസ്യ വർജനം, അത് നമ്മൾ വർജിക്കും. കാര്യം നമുക്കറിയാം, അങ്ങനെ അതിലൂടെ പോയി കഴിഞ്ഞാൽ ഭഗവാന്റെ ആത്മീയമായ പാതയിലേക്ക്, അല്ലെങ്കിൽ ഭഗവാനെ ദർശിക്കാൻ ഉതകില്ല. ഭഗവാനെ ദർശിക്കാൻ ഉതകില്ല എന്നർത്ഥം, നമുക്ക് വീണ്ടും കഷ്ടപ്പാടുകൾ ഉണ്ടാകും. സുദാമയെ പോലെ, സുദാമ ബ്രാഹ്മണനെ പോലെ എന്ന് പറഞ്ഞാൽ, സുദാമ ബ്രാഹ്മണൻ ഭഗവാന്റെ പാതയിലൂടെ പോയി, സുദാമ ബ്രാഹ്മണൻ അനുഗ്രഹം കിട്ടി. ഇല്ല എന്നുണ്ടെങ്കിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകും. അപ്പം വർജനം രക്ഷിഷ്യന്തി വിശ്വാസോ, ദൃഢതരമായ വിശ്വാസം. കൗന്ദയ പ്രതിജാനീഹി നമേ ഭക്തിയ പ്രണശ്യതി. എൻ്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കുകയില്ല എന്നുള്ള ഭഗവാന്റെ വാക്കുകളിലുള്ള ദൃഢതമമായ വിശ്വാസം. അപ്പോൾ നമ്മൾ ആ വിശ്വാസത്തിൽ സംശയം വരുമ്പോൾ നമ്മൾ ധ്രുവ മഹാരാജാവിനെ, പ്രഹ്ലാദ മഹാരാജിനെ, പരിഷത്ത് മഹാരാജാവിനെ, അർജുനനെ നമ്മൾ ഓർമ്മിക്കണം. അല്ലേ? അങ്ങനല്ലേ? അപ്പൊ സംശയം മാറും. ശരിയല്ലേ പറഞ്ഞത്? ആണോ? അല്ലേ? ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഓർമ്മിക്കണം. അല്ല, ഇനി ആ കാലഘട്ടം വരെ പോകണ്ട. പൂന്താനം നമ്പൂതിരി ഓർമ്മിക്കാം. കുറൂരമ്മേ, മേൽപ്പത്തൂരിനെ, മഹാപ്രഭുവിനെ, ഹരിദാസ് ഠാക്കൂറിനെ,
എത്രയെത്ര ഓർമ്മകൾ നമുക്കുണ്ട് സംശയങ്ങൾ മാറാൻ. ആത്മനിക്ഷേപ കാർപ്പണ്യേ വിധ ശരണാഗതി. എന്താ? ആ, കംപ്ലീറ്റ്, പൂർണ്ണമായ ശരണാഗതി. ശിഷ്യസ്തേഹം. ഏതാ ശ്ലോകം വരുന്നത്? അർജുനന്റെ സറണ്ടറിങ് അവിടെ തൊട്ടല്ലേ ഭഗവാൻ പറഞ്ഞു തുടങ്ങിയത്? ഏതാ ശ്ലോകം വരുന്നത്? 2:7 വായിച്ചാട്ട്. ഭഗവത്ഗീത. കാർപ്പണ്യദോഷു അപഗത സ്വഭാവക. പരിപൂർണമായ ശരണാഗതി. അതിനുശേഷമാണ് ഭഗവാൻ അർജുനോട് സംസാരിച്ചു തുടങ്ങിയത്. ഭഗവത്ഗീത 2-ാമത്തെ അധ്യായം 7-ാമത്തെ ശ്ലോകം. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ശ്ലോകം. വായിച്ചാട്ട്. വിവർത്തനം. ആർക്ക് വിവർത്തനം വായിക്കാം? ഹരേ കൃഷ്ണ പ്രഭു വായിച്ചോട്ടെ. വായിച്ചാട്ടെ. ശീലപ്രഭാത് കി ജയ്. ദൗർബല്യം കൊണ്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട എനിക്ക് കൃത്യനിർവഹണത്തെ പറ്റി ഒന്നും വ്യക്തമാകുന്നില്ല. ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് യോജിച്ചതെന്ന് പറഞ്ഞു തരണം. ഞാനിപ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ച ശിഷ്യനാണ്. ദയവായി ഉപദേശം തന്നാലും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പരിപൂർണമായ ഒരു ശരണാഗതി. 2 കൈയും ഉയർത്തി. എൻ്റെ കയ്യിലൊന്നുമില്ല, എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എന്താണ് ചെയ്താത്തതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവിടുന്ന് തന്നെ എന്നെ ശിഷ്യനായി സ്വീകരിച്ചുകൊണ്ട് എനിക്കിതെല്ലാം പറഞ്ഞു തരണം. അവിടെ വീണ്ടും ഭഗവാൻ പറഞ്ഞു. അപ്പോൾ ഭഗവത്ഗീതയുടെ കാതലായ സന്ദേശം എന്താ? അതിന്റെ എക്സ്ട്രാക്ട് സീഡ് ഭഗവത്ഗീതയുടെ എന്താ? ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ പ്രിയമിത്രമാവുക. ശ്ലോകം ഏതാ? ശ്ലോകം ഏതാ? പ്രിയമിത്രമാവുമ്പോൾ അർജുനന് ഉപദേശിച്ചു കൊടുത്തതുപോലെ പല രഹസ്യങ്ങളും നമുക്ക് ഉപദേശിച്ചു തരും. ഏതാ ശ്ലോകം വരുന്നത്? അല്ല, എന്റെ പ്രിയമിത്രമാവുക, അതേ ഉള്ളു വഴി. കുടു വന്നു കഴിഞ്ഞു, അതിനകത്ത് തന്നെ ശ്ലോകമുണ്ട്. പ്രിയമിത്രമാവൂ, എന്നെ എപ്പോഴും ഓർമ്മിക്കുക. 18-ലെ 63-ഓ 65-ഓ ശ്ലോകം. മന്മനാഭവമത്പറ്റു. 9-ലെ 34. ചെറിയ 2 വാക്കുകൾ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം. മാതാജി ഞാൻ ശ്ലോകം പറഞ്ഞു. മന്മനാഭവമത്പറ്റു. 18-ലെ 63-ഓ 65-ാമത്തെ ശ്ലോകമാണ്. എടുത്താട്ട്. മന്മനാഭവമത്ഭക്ത മദ്യാജി മാം നമസ്കുരു മാമേ വൈശ്യസി സത്യം ദേ പ്രതിജ്ഞാനേ പ്രിയോസി മേ. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ. വിവർത്തനം. ഹരേ കൃഷ്ണ. വിവർത്തനം ശീലപ്രഭാത് കി ജയ്. എപ്പോഴും എന്നെ ഓർക്കുക, എന്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രാപിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്തു പോന്നാൽ നിശ്ചയമായും നിനക്കെന്നെ പ്രാപിക്കാം. ഞാൻ തീർത്തു പറയുന്നു, എന്തെന്നാൽ എനിക്ക് പ്രിയപ്പെട്ടവനാണോ നീ. ഹരേ കൃഷ്ണ. ഞാൻ തീർത്തു പറയുന്നു, ലാസ്റ്റ് വേർഡാണ്. ഞാൻ തീർത്തു പറഞ്ഞു, എന്തെന്നാൽ എനിക്ക് നീ പ്രിയപ്പെട്ടവനാണ്. അപ്പം ഭഗവാന്റെ പ്രിയം പിടിച്ചു പറ്റുക എന്നുള്ളതാണ് പ്രഥമ കൃത്യനിർവഹണം. ആ ഭഗവാന്റെ പ്രിയം പിടിച്ചു പറ്റാനുള്ള ഈ കാട്ടിക്കൂട്ടലാണ് നമ്മുടെ ഈ ഭക്തിയുത സേവനത്തിന്റെ ഓരോ പ്രോസസ്സിക്കും. ഇതെല്ലാം ഭഗവാൻ ഇഷ്ടപ്പെടുന്നതാണ്. 9-ലെ 34 ഇതേ അർത്ഥം തന്നെയാണ് പറയുന്നത്. അപ്പൊ 2 ഭഗവാൻ വീണ്ടും വീണ്ടും പറയുന്നു. എടുത്താട്ട് 9-ലെ 34. ഹരേ കൃഷ്ണ. മന്മനാഭവ മദ്ഭക്ത മദ്യാജി മാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവ ആത്മാനം മത്പരായണഃ. ഹരേ കൃഷ്ണ. വിജയ്.
എന്നിൽ മനസ്സുറപ്പിക്കുക, ഭക്തനാവുക. എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. എന്നിൽ തന്നെ പൂർണ്ണമായും മുഴുകിയിരിക്കുന്നത് കൊണ്ട് നീ തീർച്ചയായും എന്നെ പ്രാപിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എത്ര സുന്ദരമായിട്ടാണ് ഭഗവാൻ, എത്ര ലളിതമായിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇതിനപ്പുറത്തോട്ട് വേറൊരു രഹസ്യം കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അർജുന ഒരു രഹസ്യം, മറ്റു രഹസ്യം കൂടെ പറഞ്ഞു തരാം. മഹാദേവര് പാർവതി ദേവിയോട് പറഞ്ഞതിൻ്റെ കൂട്ട്, ആരാധനാനാം ശ്രേഷ്ഠം വിഷ്ണു ആരാധനം പരം. വിഷ്ണു ആരാധനയാണ് പരമമായത്. പക്ഷേ ദേവി, മറ്റൊരു രഹസ്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തന് സേവനം ചെയ്യുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും എളുപ്പ വഴി. സാധാരണ ജനത്തിനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനെ സേവനം ചെയ്യുക എന്നുള്ളതാണ്. ശ്രീമദ് മഹാഭാഗവതം 11-ാമത്തെ സ്കന്ധം 19-ാമത്തെ അധ്യായം 20 മുതൽ 24 വരെയുള്ള ശ്ലോകം ഒരുമിച്ച്, പക്ഷെ ട്രാൻസ്ലേഷൻ ഇത്തിരി എടുത്താണ്. 11-ാമത്തെ സ്കന്ധം 19-ാമത്തെ അധ്യായം 20 മുതൽ 24 വരെയുള്ള ശ്ലോകം. കൃഷ്ണ പ്രഭു. ആ, ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രദ്ധാമൃതകഥായാം മേ ശശ്വന്മദനുകീർത്തനം പരിനിഷ്ഠാ ച പൂജായാം സ്തുതിഭിः സ്തവനം മമ. ആധരാ പരിചര്യായാം സർവാംഗൈരവിവന്ദനം മദ്ഭക്ത പൂജാഭ്യധിക സർവഭൂതേഷു മന്മതി. മദർദ്വേഷ്വംഗചേഷ്ടാ ച വചസാ മദ്ഗുണേരണം മയ്യർപ്പണം ച മനസാ സർവകാമ വിവർജനം. മദർത്ഥേർത്ഥ പരിത്യാഗു ഭോഗസ്യ ച സുഖസ്യ ച ഇഷ്ടം ദത്തം ഹുതം ജപ്തം മദർത്ഥം യദ്വ്രതം തപഃ. ഏവം ധർമ്മൈർമനുഷ്യാണാം ഉദ്ധവാത്മനിവേദിനാ മയി സഞ്ജായതേ ഭക്തി കോ അന്യോർത്ഥോസ്യാവശിഷ്യതേ. ഹരേ കൃഷ്ണനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് 2-ാമത്തെ വേഴ്സിൽ, 2-ാം ശ്ലോകത്തിൽ പറയുന്നത് മത്ഭക്ത പൂജാഭ്യാധിക സർവഭൂതേഷു മന്മതി. ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ചേട്ടെ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദർ കി ജയ്. വിവർത്തനം ശ്രീല പ്രഭുപാദർ കി ജയ്. ഹരേ കൃഷ്ണ. എന്റെ ലീലകളുടെ പരമാനന്ദകരമായ വർണ്ണനകളിലുള്ള ദൃഢവിശ്വാസം, എന്റെ മാനങ്ങളുടെ നിരന്തര കീർത്തനം, എനിക്കായുള്ള ആചാരപരമായ ആരാധനയിൽ അചഞ്ചലമായ ആകർഷണം, മനോഹരമായ സ്തുതികളിലൂടെ എന്നെ സ്തുതിക്കൽ, എന്റെ ഭക്തിയുത സേവനത്തോട് അതിയായ ആദരവ്, മുഴുവൻ ശരീരവും കൊണ്ടുള്ള പ്രണാമം, എന്റെ ഭക്തന്മാരെ ശ്രേഷ്ഠമായി ആരാധിക്കൽ, എല്ലാ ജീവസത്തകളിലും എന്നെ കുറിച്ചുള്ള അവബോധം, എന്റെ ഭക്തിയുത സേവനത്തിൽ സാധാരണവും ശാരീരികവുമായ പ്രവൃത്തികളുടെ സമർപ്പണം, എന്റെ ഗുണങ്ങൾ വർണ്ണിക്കുന്നതിന് വാക്കുകളുടെ ഉപയോഗം, എന്നിൽ മനസ്സർപ്പിക്കൽ, എല്ലാ ഭൗതിക കാമങ്ങളുടെയും നിരാകരണം, എന്റെ ഭക്തിയുത സേവനത്തിനു വേണ്ടി സമ്പത്ത് ത്യജിക്കൽ, ഭൗതികമായ ഇന്ദ്രസുഖവും സന്തോഷവും പരിത്യജിക്കൽ, എന്നെ പ്രാപിക്കണമെന്ന ലക്ഷ്യത്തോടെ ദാനം, യജ്ഞം, ജപം, വ്രതങ്ങൾ, തപസ്സുകൾ തുടങ്ങി അഭികാമ്യങ്ങളായ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കൽ. യഥാർത്ഥത്തിൽ എനിക്ക് സ്വയം ആത്മസമർപ്പണം ചെയ്ത മനുഷ്യർ എന്നിൽ സ്വാഭാവികമായി സ്നേഹം വളർത്താൻ ഉതകുന്ന യഥാർത്ഥ ധാർമ്മിക തത്വങ്ങൾ ഇവയാണ്. എന്റെ ഭക്തന് മറ്റെന്ത് ലക്ഷ്യമാണ് അവശേഷിക്കുന്നത്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്റെ ശ്രീലപ്രഭുയുടെ ഭാവാർത്ഥം ഒന്ന് വായിച്ചേട്ടെ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുപാദർ കി ജയ്. മത് ഭക്ത പൂജ്യാഭ്യധിക എന്നീ വാക്കുകൾ ഈ ശ്ലോകത്തിൽ വളരെ അർത്ഥവത്താണ്. അഭ്യധിക എന്ന പദം ശ്രേഷ്ഠമായ ഗുണത്തെ സൂചിപ്പിക്കുന്നു. ഭഗവാൻ അദ്ദേഹത്തിന്റെ പരിശുദ്ധ ഭക്തന്മാർക്ക് ആരാധനകൾ അർപ്പിക്കുന്നവരിൽ അത്യന്തം സംപ്രീതനാവുകയും അതിനനുസരിച്ച് അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഭഗവാന് അദ്ദേഹത്തിന്റെ ശുദ്ധ ഭക്തന്മാരോടുള്ള ഉദാരമായ മതിപ്പ് മൂലം
പരിശുദ്ധ ഭക്തന്മാരെ ആരാധിക്കുന്നത് ഭഗവാനെ ആരാധിക്കുന്നത് പോലെ തന്നെ ശ്രേഷ്ഠമാണെന്ന് വിവരിക്കപ്പെട്ടിരിക്കുന്നു. മത് അർത്ഥേഷു അംഗചേഷ്ട എന്നീ വാക്കുകൾ സാധാരണ ശാരീരിക പ്രവൃത്തികളായ ദന്തശുദ്ധി, സ്നാനം, ഭക്തിക്രിയ തുടങ്ങിയവയെല്ലാം ഭക്തിയുത സേവനമെന്ന നിലയിൽ ഭഗവാന് സമർപ്പിക്കണമെന്ന് ധ്വനിപ്പിക്കുന്നു. വചസാ മത് ഗുണേരണം എന്നീ വാക്കുകൾ ഒരുവൻ സാധാരണ അസംസ്കൃത ഭാഷയിലാണ് സംസാരിക്കുന്നതെങ്കിലും അതല്ല കാവ്യാത്മകമായ വാഗ്മിത്വത്തോടെയാണ് സംസാരിക്കുന്നതെങ്കിലും അവൻ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ വർണ്ണിക്കണമെന്ന് സൂചിപ്പിക്കുന്നു. മത് അർത്ഥേ അർത്ഥ പരിത്യാഗ എന്നീ വാക്കുകൾ ഒരുവൻ അവന്റെ ധനം ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ മഹിമപ്പെടുത്തുന്ന രഥയാത്ര, ജന്മാഷ്ടമി, ഗൗരപൂർണിമ തുടങ്ങിയ ഉത്സവങ്ങൾക്കായി വിനിയോഗിക്കണമെന്ന് സൂചിപ്പിക്കുന്നു. ഒരുവൻ അവന്റെ ആധ്യാത്മിക ഗുരുവിന്റെയും മറ്റു വൈഷ്ണവരുടെയും ദൗത്യത്തെ സഹായിക്കുന്നതിന് വേണ്ടിയും അവന്റെ പണം ചെലവഴിക്കണമെന്നും ഇവിടെ ഉപദേശിച്ചിരിക്കുന്നു. ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉചിതമായി ഉപയോഗിക്കാൻ കഴിയാത്തതും ഒരുവന്റെ ശുദ്ധമായ അവബോധത്തിന് വിഘാതമാവുകയും ചെയ്യുന്ന ധനം പൂർണ്ണമായും ഉപേക്ഷിക്കണം. എന്ന വാക്ക് ലൈംഗിക ആസ്വാദനം തുടങ്ങിയ വൈകാരികമായ ഭൗതിക സന്തോഷത്തെയും പ്രതിപാദിക്കുന്നു. ദത്തം, ഹുതം എന്നീ വാക്കുകൾ ഒരുവൻ ബ്രാഹ്മണർക്കും വൈഷ്ണവർക്കും നെയ്യിൽ പാചകം ചെയ്ത ശ്രേഷ്ഠമായ ഭക്ഷണം നൽകണമെന്ന് സൂചിപ്പിക്കുന്നു. ഒരുവൻ ഒരു ആധികാരിക യജ്ഞത്തിന്റെ അഗ്നിയിൽ വിഷ്ണു ഭഗവാന് ധാന്യങ്ങളോടും നെയ്യോടും കൂടി സ്വാഹ ശബ്ദം സമർപ്പിക്കണം. ജപ്തം എന്ന വാക്ക് ഒരുവൻ ഭഗവാന്റെ ദിവ്യനാമങ്ങൾ നിരന്തരം കീർത്തിക്കണമെന്ന് സൂചിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് അടുത്ത ശ്ലോകത്തിലോട്ട് പോകാം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്ലോകം 39. തസ്യാ വൈ ദേവദേവസ്യ ഹരേർയജ്ഞപദേ പ്രഭോ ബ്രാഹ്മണ പ്രഭവോ ദൈവം തതേഭ്യേ വിദ്യത്തെ പരം. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. സർവദേവദേവനും യജ്ഞപതിയും പരമപ്രഭുവുമാണ് ഭഗവാൻ ഹരി. എന്നാൽ അദ്ദേഹം സജ്ജനങ്ങളായ ബ്രാഹ്മണരെ തന്റെ പ്രഭുക്കളായി സ്വീകരിക്കുന്നു. അതിനാൽ അവർക്ക് മീതെ ഒരു മൂർത്തിയുമില്ല. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ശ്ലോകം വായിച്ചതിന്റെ ട്രാൻസ്ലേഷൻ മാതാജി വായിച്ചതിന്റെ ഏകദേശ അർത്ഥം ഇവിടെ മനസ്സിലായല്ലോ അല്ലേ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാ, എല്ലാം ബന്ധപ്പെടുത്തി തന്നെ. നോക്കണം. യജ്ഞം, ബ്രാഹ്മണരെ ആദരിക്കൽ. ഓം കലിയുഗത്തിലെ യജ്ഞം എന്താ? നാമജപം. നാമജപം. മന്ത്രാണാം ജപ യജ്ഞോ അസ്മി. മന്ത്രങ്ങളിൽ ഞാൻ ജപയജ്ഞമാണ്. ആ ജപം ഏതാ? ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അപ്പം ഇവിടെ സ്വാഹ പറഞ്ഞു. അത് നമ്മുടെ ഗുരുജനങ്ങൾ, ആചാര്യന്മാര് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അർച്ചവിഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യും. അതിനെ നമ്മൾ ആവശ്യമായ രീതിയിൽ സേവനം ചെയ്യുക എന്നുള്ളതാണ് ഒരു ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത്. അല്ലേ? ആണോ? അല്ലേ? നമുക്ക് വേണ്ടിയിട്ട് യജ്ഞാചാര്യൻ അഥവാ ഗുരു അല്ലെങ്കിൽ പുരോഹിതൻ യജ്ഞങ്ങൾ സമർപ്പിക്കുന്നു. അതിനാവശ്യമായ സേവനങ്ങൾ നമ്മൾ ചെയ്യുക. ഒരു ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ചിടത്തോളം സ്വയം ചെയ്യേണ്ട യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ജപിക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഭക്തിയുത സേവനങ്ങളാണ് രാവിലെ എഴുന്നേക്കുന്നത് ഉൾപ്പെടെ, പല്ല് തേക്കുന്നത് ഉൾപ്പെടെ, കുളിക്കുന്നത് ഉൾപ്പെടെ. അങ്ങനെയല്ലേ നേരത്തെ പറഞ്ഞിരിക്കുന്നത്? ഇല്ലേ? ഭാവാർത്ഥത്തില് ആണോ? അല്ലേ? അല്ലേ? ഭാവാർത്ഥ ട്രാൻസ്ലേഷനിൽ തന്നെ
ഹരേ കൃഷ്ണ. അപ്പോൾ ഇതിന്റെ ഭാവാർത്ഥം വായിച്ചിട്ടു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമ. എല്ലാ സൃഷ്ടികളുടെയും പരമാധികാരിയാണ് ശ്രീകൃഷ്ണൻ. എങ്കിലും ബ്രാഹ്മണരെ സ്വന്തം അധികാരികളായി അദ്ദേഹം സ്വീകരിക്കുന്നുവെന്ന് ശ്രീ വിശ്വനാഥ ചക്രവർത്തി ചൂണ്ടിക്കാട്ടുന്നു. സർവ്വദേവദേവനാണ് അദ്ദേഹമെങ്കിലും ബ്രാഹ്മണരാണ് അദ്ദേഹത്തിന്റെ പൂജാവിഗ്രഹങ്ങൾ. എല്ലാ യാഗങ്ങളുടെയും അധിപതിയാണ് അദ്ദേഹമെങ്കിലും ബ്രാഹ്മണരെ പൂജിക്കാൻ അദ്ദേഹം യാഗം ചെയ്യുന്നു. നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച ജഗത് ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. പൂർണ്ണമായും ഭക്തിയുത സേവനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയും ഭഗവാന്റെ യജ്ഞാർപ്പണത്തിന് വേണ്ടിയും നിയോഗിക്കപ്പെട്ടവരാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ബ്രാഹ്മണനെ സേവനം ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, സാധാരണ ജനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർത്തവ്യമാണ്. ദാസോ അഹം തവ കേശവ, ഭഗവാന്റെ ദാസനാവുക. അത് നേരിട്ട് പോയി എങ്ങനെ ദാസനാവാൻ പറ്റും? നേരിട്ട് ദാസനാവാൻ പറ്റും? ഭഗവാന്റെ ഭക്തരുടെ ദാസനാവുക. അത്രേ പറ്റത്തുള്ളൂ. ഭഗവാന് നേരിട്ട് ദാസൻ എങ്ങനെ ആകാൻ പറ്റും? ഭഗവാന് പൂജനം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്. ശബരി മാതാവ് ചെയ്തതല്ലേ? ആണല്ലേ? ഇല്ലേ? അതെ 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 അതെ. വിതുരാണി ചെയ്തതല്ലേ? അല്ലേ? അപ്പം എങ്കിൽ മാത്രമേ ആ ഒരു ഭക്തിത സേവനത്തിന് പരിപൂർണത ഉണ്ടാവാൻ സാധിക്കുകയുള്ളൂ എന്ന് അർത്ഥം. ഹരേ കൃഷ്ണ. നമുക്ക് അടുത്ത ശ്ലോകത്തിലോട്ട് പോവാം. ശ്ലോകം ചെല്ലട്ടെ. 40-ാമത്തെ. വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. ഏവം സഭിപ്രോ ഭഗവത് സുഗർഭദാ ദൃഷ്ടാ സോഹൃത്യ രചിതം പരാജിതം തത്വാനപേകോത്കൃതിതാത്മബന്ധന സത്താമലഫേ അജിരിത സതാം ഗതി. വിവർത്തനം വായിക്കണം പ്രഭു. വിവർത്തനം. അജയനായ പരമപുരുഷ സ്വന്തം സേവകരാൽ രചിക്കപ്പെടുന്നത് കണ്ട് ഭഗവാന്റെ പ്രിയമിത്രമായ ബ്രാഹ്മണന്റെ ഹൃദയത്തിനുള്ളിൽ ബാക്കിയായ ഭൗതിക മത ബന്ധനങ്ങൾ കൂടിയും നിരന്തരമായ ഭഗവത് ധ്യാനത്തിന്റെ ശക്തി കൊണ്ട് അഴിഞ്ഞു പോകുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. കുറഞ്ഞൊരു കാലത്തിനുള്ളിൽ അദ്ദേഹം മഹാമുനികളുടെ പ്രാപ്യസ്ഥാനമായ ഭഗവത് ധാമത്തെ പ്രാപിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. ഭാവാർത്ഥ ശ്രീല പ്രഭാതർ കി ജയ്. സുദാമിന്റെ ഭൗതിക ഭാഗ്യങ്ങൾ വർണ്ണിച്ചു കഴിഞ്ഞിട്ട് ശുകദേവ ഗോസ്വാമി ബ്രാഹ്മണൻ അടുത്ത ലോകത്തിൽ നേടിയ നിധിയും കൂടി വർണ്ണിക്കുന്നു. പരിത്യാഗിയായ ഒരു ബ്രാഹ്മണനാണ് താനെന്ന് ഒരു നേർത്ത അഹങ്കാരം സുധാദാമിനുള്ളിൽ കിടന്നിരുന്നുവെന്ന് ശ്രീല ജീവ ഗോസ്വാമി പരാമർശിക്കുന്നു. ഭഗവാന്റെ ഭക്തർക്ക് കീഴടങ്ങുന്നതിനെ കുറിച്ച് ധ്യാനിച്ചപ്പോൾ ആ നേരിയ ഗർഭം കൂടി നശിച്ചു. ഹരേ കൃഷ്ണ. പരിപൂർണമായ സറണ്ടറിങ് ഭഗവാൻ ആവശ്യം. ചെറിയ രീതിയിലുള്ള അഹങ്കാരം പോലും ഭഗവാൻ അക്സെപ്റ്റ് ചെയ്തില്ല. അതും കൂടെ ക്ലിയർ ആക്കിയിട്ട് വരാൻ പറയും. അതാണ് അതിൻ്റെ സിസ്റ്റം, അതിൻ്റെ പ്രൊസീജിയർ. നമ്മൾ പ്രൊസീജിയറിനെ ചീത്ത വിളിക്കുകയല്ല വേണ്ടത്, ആ പ്രൊസീജിയറിനെ അക്സെപ്റ്റ് ചെയ്യുക വേണ്ടത്, അല്ലേ? ഇപ്പോൾ ദീക്ഷ എടുക്കണം എന്ന് പറയുമ്പം എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? റിക്വയർമെന്റ്സ്. മന്ത്രദീക്ഷ എടുക്കാൻ റിക്വയർമെന്റ്സ് എന്തൊക്കെ പറയുന്നു? മിനിമം കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറയുന്നു? യമനിയമങ്ങൾ പാലിക്കണം, 16 മാല ജപിക്കണം, അത് പറഞ്ഞല്ലോ, അത് പറഞ്ഞു. 4 യമനിയമങ്ങളിൽ പറഞ്ഞു. അത് 16 നാമജപവും പറഞ്ഞു. എന്തോ? ഭഗവത്ഗീത വായിക്കും. ഭഗവത്ഗീത പൂർണ്ണമായും വായിച്ചിരിക്കണം. ഭാഗവതം 3 സ്കന്ധങ്ങൾ മിനിമം വായിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ പഠിച്ചിരിക്കണം. 3 സ്കന്ധങ്ങൾ, 1, 2, 3 അത്യാവശ്യം. അപ്പൊ ഇതൊക്കെ ആവശ്യമുണ്ടോന്ന് ചോദിക്കും. ഇതാണ് അതിന്റെ പ്രൊസീജിയർ. ആ പ്രൊസീജിയറിനെ നമ്മൾ നോക്കല്ല, ക്രിറ്റിസൈസ് അല്ല വേണ്ടത്.
ദീക്ഷ എടുക്കണം, ഈ പ്രൊസീജിയർ, ഈ സിസ്റ്റം ഫോളോ ചെയ്യണം. ആ ഇപ്പൊ ഇന്നലെ ഒരാള് ഇതേപോലെ പറഞ്ഞു, അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയെ കഴിക്കുന്നവർക്ക് ഭഗവാനെ കാണാൻ പറ്റത്തില്ലേ? അതൊരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ സിസ്റ്റത്തിന്റെ ഭാഗമാണ് അതിനെ ഒഴിവാക്കുക എന്നുള്ളത്. അവന് പിന്നെ അവിടെ വേറെ ചോദ്യമില്ല. എന്തുകൊണ്ടാ ഗുരു പറഞ്ഞിരിക്കുന്നത്? പ്രത്യേക കാര്യങ്ങളുണ്ടാവും, ഉണ്ടാകണം, ഉണ്ടാകാതെ ഗുരു ഒന്നും പറയത്തില്ല. ആ ഒരു ദൃഢമായ വിശ്വാസമാണ് ആദ്യം വേണ്ടത്. പിന്നീട് ചോദിക്കണം എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭക്തൻ എന്താണ്? ഭഗവാന്റെ ധാമത്തിൽ പോകാനുള്ള അതിന് മുമ്പായിട്ട് പറഞ്ഞിട്ട് പെട്ടെന്ന് ചാടി. ദാസനം. ഭക്തന്റെ അല്ല, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ കഴിക്കുന്നത് ഭഗവത് പ്രസാദമാകണം. ഭഗവത് പ്രസാദമായിരിക്കും. പ്രസാദമായിരിക്കണം. അപ്പൊ പ്രസാദം എവിടെയാണെങ്കിലും, അത് ഹരേ കൃഷ്ണയിലാണെങ്കിലും മറ്റ് സാധാരണ ക്ഷേത്രങ്ങളിലാണെങ്കിലും ഭഗവാന് നിവേദിക്കുമ്പം ഇതുണ്ടാവുമോ? ഉണ്ടാവുമോ? ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പം നമ്മളത് പരിപൂർണമായി ഒഴിവാക്കുന്നു. എത്രയേ ഉള്ളൂ. ഉത്തരം സിമ്പിളാണ്. നേരത്തെ പറഞ്ഞു, ഭഗവാന്റെ പ്രിയമിത്രമാകാൻ എന്തൊക്കെ ചെയ്യണം. അപ്പം പെർഫെക്ഷൻ വരണം. പെർഫെക്ഷൻ വരണം എന്നുണ്ടെങ്കിൽ സിസ്റ്റം ഫോളോ ചെയ്യണം. ശരിയല്ലേ? ആണോ അല്ലേ? അത്രയേ ഉള്ളൂ. ഉത്തരം സിമ്പിളാണ്. ഭക്തിത സേവനത്തിൽ ഒരു പെർഫെക്ഷൻ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഭഗവാനിലെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ പെർഫെക്ഷന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നിബന്ധനകൾ. അതിനെ വളരെ എളിമയായി മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഹരേ കൃഷ്ണ. നമ്മൾ അടുത്ത ശ്ലോകത്തിലോട്ട് പോകാം. ഏതത് ബ്രഹ്മണ്യദേവസ്യ ശ്രുത്വാ ബ്രഹ്മണ്യതാം നരാ ലബ്ധഭാവോ ഭവതി കർമ്മബന്ധാദി മുച്യതേ. വിവർത്തനം വായിക്കണം പ്രഭു. ഹരേ കൃഷ്ണ. ഭഗവാൻ എപ്പോഴും ബ്രാഹ്മണരോട് സവിശേഷമായ ആനുകൂല്യവും കാട്ടുന്നു. ബ്രാഹ്മണരോടുള്ള ഭഗവാന്റെ ദയെക്കുറിച്ചുള്ള ഈ ചരിത്രം ശ്രവിക്കുന്ന ഏതൊരാൾക്കും ഭഗവാന് പ്രേമമുണ്ടാകുകയും തദ്വാര അയാൾക്ക് ഭൗതിക പ്രവൃത്തികളുടെ ബന്ധത്തിൽ നിന്നും വിമുക്തമാകുകയും ചെയ്യും. ഭാവാർത്ഥം വായിക്കണം. കൃഷ്ണഗ്രന്ഥത്തിൽ ഭഗവാന്റെ ഈ ലീല വർണ്ണിക്കുന്ന അധ്യായത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീല പ്രഭുപാദർ ഇങ്ങനെ എഴുതുന്നു. അടുത്ത ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ സുദാമ ബ്രാഹ്മണനെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു എന്ന് 81-ാം അധ്യായത്തിൽ അത് വായിക്കണം. വായിക്കണം, പൂർണ്ണമായി വായിച്ചു നിർത്തുക. അധ്യായത്തിന്റെ ദിവ്യ പൂജ്യ ശ്രീമദ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീ പ്രഭുപാദരുടെ എളിയ ശിഷ്യന്മാർ നൽകിയ ഭാഷ്യം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ. പർപ്പട്ടിൽ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? ഭാവാർത്ഥത്തില് കൃഷ്ണ ഗ്രന്ഥത്തിൽ ഭഗവാന്റെ ഭാവാർത്ഥത്തിലോ കൃഷ്ണഗ്രന്ഥത്തിൽ ഭഗവാന്റെ ലീല വർണ്ണിക്കുന്ന അധ്യായത്തിന്റെ ആഭിമുഖ്യത്തിൽ അത് അങ്ങനെയില്ല പ്രഭു. വിവർത്തനത്തിലാണോ? ഞാൻ ഭാവാർത്ഥമാണ് പറഞ്ഞത്. ഭാവാർത്ഥത്തിൽ എന്തൊക്കെ പറയുന്നു ഒന്നുകൂടെ പറയൂ. കൃഷ്ണഗ്രന്ഥത്തിൽ ഭഗവാന്റെ ഈ ലീല വർണ്ണിക്കുന്ന അധ്യായത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീല പ്രഭുപാദർ ഇങ്ങനെ എഴുതുന്നു. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ സുദാമ ബ്രാഹ്മണനെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു എന്ന 81-ാം അധ്യായത്തിന് ദിവ്യ പൂജ്യ ശ്രീമദ് AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദരുടെ എളിയ ശിഷ്യന്മാർ നൽകിയ ഭാഷ്യം ഇപ്രകാരം സമാപിക്കുന്നു. ഭാവാർത്ഥരേ ഉള്ളൂ, ചെറിയ ഭാവാർത്ഥം. ഭാവാർത്ഥത്തിൽ ഒരു വരിയേ ഉള്ളൂ, 1-2 വരിയേ ഉള്ളൂ. അത്രേ ഉള്ളൂ പ്രഭു. ഭാവാർത്ഥം അത്രേ ഉള്ളൂ. 2 സെന്റൻസേ ഉള്ളൂ. ഓക്കെ. അതില് കുറച്ചും കൂടെ ഉണ്ടല്ലോ. എന്താണ് പരാമർശിക്കുന്നത് പറഞ്ഞിട്ടില്ല, ആ സൂചന മാത്രമേ ഉള്ളൂ. അപ്പൊ കൃഷ്ണ ബുക്കിന്റെ ഇതിൽ പറഞ്ഞിരിക്കുന്നെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇതിനകത്ത് ഇംഗ്ലീഷ് ഭാഗവത്തില് ലീലകള് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു വരുന്നു. He is especially inclined to Brahmana devotees. Lord Krishna is also called Brahmanya Deva, which means that he is worshipped by the Brahmanas.
Therefore, it is understood that a devotee who is fully surrendered unto the Supreme Personality of Godhead has already acquired the possession of a Brahmana. Without becoming a Brahmana, one cannot approach the Supreme Brahman, Lord Krishna. Krishna is especially concerned with vanquishing the distress of his devotees, and he is the only shelter of pure devotees. ചിലരുടെ സംശയമാണ് ബ്രാഹ്മണനായെങ്കിലേ ഭഗവാനെ ദർശിക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ ശബരിമാതയുടെയും വിതുരാണിയുടെയും കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കണ്ടമനേറ്റഡ് സോളാണ്. അവരൊക്കെ നിഷ്കളങ്കമായ സോളും ഏത് യുഗത്തിലായിരുന്നു? സത്യയുഗം. ത്രേതായുഗത്തിൽ. ത്രേതായുഗവും കലിയുഗവും തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ലേ? ഉണ്ടോ? സർവത്ര വ്യത്യാസമാണ്. അപ്പൊ നമ്മുടെ മനസ്സ് മലീമസമാണ്. ആ കണ്ടമിനേഷൻ പോകാൻ വേണ്ടിയിട്ടും സാത്വിക ചിന്തകൾ വരാൻ വേണ്ടിയിട്ടാണ് ഇത്തരം നിഷ്കർഷത ഉണ്ടാകുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് നമ്മുടെ ചിന്തകൾക്ക് പ്രചോദനം തരുന്നത്. അല്ലേ? ആണോ? അല്ലേ? സംശയമുണ്ടോ? അതെ പ്രഭു, അതെ. നമ്മുടെ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ചിട്ട് അതല്ലേ പണ്ടുള്ള അഡ്വർടൈസ്മെന്റ് പറയുന്നത്. ചിലതിൻ്റെ അഡ്വർടൈസ്മെന്റ് ഉണ്ടല്ലോ, കോംപ്ലാൻ. എപ്പോഴും നമുക്ക് മനസ്സിൽ ക്ലിക്ക് അടിച്ച് വെച്ചിരിക്കുന്നതാണ് ചില പരസ്യങ്ങൾ. ഐ ആം എ കോംപ്ലാൻ ബോയ്. അപ്പോൾ സിസ്റ്റർ പറയും ഐ ആം എ കോംപ്ലാൻ ഗേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ പ്രൊഡക്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ, കോംപ്ലാൻ കഴിച്ചു കഴിഞ്ഞാൽ ഹൈറ്റ് വെക്കും, ഒരു സ്കെയിലൊക്കെ വെച്ചിട്ടുണ്ട്. അല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ പണ്ടത്തെ പരസ്യങ്ങൾ? അതെ അതെ അതെ, പിള്ളേരെ എല്ലാം സ്വാധീനിച്ച പരസ്യമാണ്. അതെന്ന് പറയുമ്പോ പറയാതെ പറഞ്ഞു എന്തോ അപ്പൊ പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആ ആഹാരത്തിന്റെ ഗുണങ്ങളാണ്. അപ്പൊ ആ ഗുണങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മുടെ ഓരോ ക്യാരക്ടറും വരുന്നത്. അപ്പൊ ഉടനെ അടുത്ത പരസ്യം വരും, ബ്രഹ്മി കഴിക്കൂ, ഓർമ്മശക്തി വളർത്തൂ. അല്ലേ? അപ്പം അതിലെ ആഹാരത്തിന്റെ ഗുണങ്ങളാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ചിന്തകൾക്ക് ഒരു പ്യുവറിറ്റി, ഒരു പരിശുദ്ധി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരം ആഹാര ക്രമീകരണങ്ങൾ, ഇത്തരം മറ്റു റെഗുലേഷൻസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്തേ പറ്റുകയുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുമ്പം ഒരു ബ്രാഹ്മണിക്കൽ കൾച്ചറിലോട്ട് വരണം. അപ്പം അതിനെ നിശ്ചിതമായിട്ട് വിമർശിക്കാൻ പറ്റത്തില്ല. ഇതറിയാത്തവരാണ്. ആ ഗുരുശിഷ്യ ബന്ധം ഇല്ലാത്തത് കൊണ്ടാണ് ബ്രാഹ്മണനെ മാത്രം പൊക്കി പറയുന്നു, ബ്രാഹ്മണനെ മാത്രം പൊക്കി പറയുന്നു. ഇല്ല, ആ ഒരു ക്യാരക്ടറിലോട്ട് വരും, ആർക്കും വരാം. അതല്ലേ ഹരേകൃഷ്ണ പ്രസ്ഥാനം ചെയ്യുന്നത്? ബൈബോൺ ബ്രാഹ്മിൻസ് ആണോ? അല്ല. ബൈബോൺ ബ്രാഹ്മിൻസ് മാത്രമല്ല, സ്വഭാവം കൊണ്ട്, അതായത് വ്യക്തിഗത സേവനം കൊണ്ട് ബ്രാഹ്മണരായി മാറുന്നവരുമുണ്ട്. രണ്ട് തരത്തിലാണ് ബ്രാഹ്മണനാകുന്നത്. ഒന്ന് ഭഗവാൻ തരുന്ന ഓപ്പർച്യൂണിറ്റി, അവൻ്റെ അടുത്ത ജന്മത്തിൽ ഇതുപോലുള്ള കുടുംബത്തിൽ ജനിപ്പിച്ച് ഭക്തിഗത സേവനത്തിനുള്ള മാർഗങ്ങൾ ഒന്നുകൂടെ തുറന്നു തരുന്നു. അത് അവൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായി, ഇല്ലെങ്കിൽ ബ്രാഹ്മണ ബന്ധുവായി. മറ്റൊരു വഴി അസോസിയേഷനിലൂടെ, ഭക്തിഗത സേവനത്തിലൂടെ നമുക്ക് ബ്രാഹ്മണിക്കൽ ക്വാളിറ്റിയിലോട്ട് വളർന്നു വരാം, ഉയർന്നു വരാം. ഇപ്പം രണ്ട് പാതകളാണ് തുറന്നു തരുന്നത്. ഇപ്പം ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ ഏതെങ്കിലും ശ്ലോകം കോട്ട് ചെയ്തിട്ട് രാഷ്ട്രീയക്കാരെ പോലെ സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ശീല പ്രഭുപാദർ കൃത്യമായിട്ട് പറയുന്നു, എന്താ? ഒരുവൻ 3 ഗ്രന്ഥങ്ങൾ പടിപടിയായി വായിച്ചിട്ട് പടിപടിയായി ഉയരണം. അതിലെ ഭഗവത്ഗീത എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാഭ്യാസം, ഭാഗവതം എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ, ഡിഗ്രി. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് വേണം, ഭഗവത്ഗീത പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം വേണം ഭാഗവതത്തിലോട്ട് നമുക്ക് തിരിയാൻ. ഇനി ഭാഗവതത്തിലോട്ട് തിരിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല, റിയലൈസേഷൻ വരത്തില്ല. അത്യാവശ്യമാണ്, ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റഡിയാണ് ഏതാ? ചൈതന്യ ചരിതാമൃതം. ചൈതന്യ ചരിതാമൃതം.
അപ്പം ഒരു ഡിവോട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം പി ജി എങ്കിലും നേടിയിരിക്കണം, വേണം. ബീജെങ്കിലും ഉണ്ടായിരിക്കണം. ആ, എങ്കിൽ മാത്രമേ ഭഗവാന്റെ വചനങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് കൃത്യമായി മനസ്സിലാക്കി വിവർത്തനം ചെയ്തത് ലോകത്തിൽ ഒരേ ഒരാളേ ഉള്ളൂ. ആരാ? പ്രഭുപാദർജി. ശ്രീല പ്രഭുപാദിന് മാത്രമേ ഉള്ളൂ. MA സംസ്കൃതം പഠിച്ചിട്ടോ പ്രൊഫസറാണെന്ന് പറഞ്ഞിട്ടോ ഒന്നും കൃത്യമായ രീതിയിലൊന്നും ഭഗവാന്റെ വചനങ്ങൾക്ക് ഭാവാർത്ഥം കുറിക്കാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും ചെയ്ത് ചായക്കടയിലും പോയി ചായയും കുടിച്ച് വന്ന് ബാക്കി 1 മണിക്കൂർ എന്നാ പിന്നെ ഭഗവത്ഗീതയുടെ ട്രാൻസ്ലേഷൻ രചിക്കാൻ പറഞ്ഞാൽ നടക്കില്ല. അപ്പം വികലമായ ഭാവാർത്ഥങ്ങൾ വരും. ഇത് പറയാൻ കാരണം ഈ അടുത്തിടയ്ക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മദർശനത്തിന്റെ ഒരു ഭാഷ്യം കുറച്ച് ഇത്തിരി ഒന്ന് വായിക്കാൻ ശ്രമിച്ചു. അപ്പോഴേ പുസ്തകം അടച്ചു വെക്കേണ്ടി വന്നു. ഏകദേശം ഒരു പ്രൊഫസർ ബാലകൃഷ്ണൻ നായരോ സംതിങ് ആണ്. എത്ര വികലമായിട്ടാണ് ഭാവാർത്ഥം കൊടുത്തിരിക്കുന്നത്. കൃഷ്ണനെ അദ്ദേഹം അംഗീകരിക്കുന്നതേയില്ല ആ ഭാവാർത്ഥത്തിൽ. അപ്പം നമ്മൾ ആത്യന്തികമായി ഗുരുശിഷ്യ ബന്ധത്തിലൂടെ പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ കൃത്യമായി സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എഴുതാൻ സാധിക്കുകയുള്ളൂ. അതാണ് ആ ഒരു യോഗ്യതയാണ് നമുക്ക് ആദ്യം വേണ്ടത്. നമ്മൾ ആരാണ്? എനിക്കിത് എഴുതാൻ യോഗ്യതയുണ്ടോ? ഇത് പറയാൻ യോഗ്യതയുണ്ടോ? ഞാനൊരു ഗുരുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? നല്ലതുപോലെ സംസാരിക്കാൻ സാധിക്കുന്നവരുണ്ടാവാം നമ്മുടെ സമൂഹത്തിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഇടയ്ക്ക്. നല്ല രീതിയിൽ ഭഗവത്ഗീത പഠിപ്പിക്കാൻ കഴിവുള്ളവരുണ്ടാകാം. പക്ഷേ നല്ലതുപോലെ അദ്ദേഹം ദീക്ഷ സ്വീകരിച്ചിട്ടില്ല എന്നെങ്കിൽ, അതായത് ഗുരുശിഷ്യ ബന്ധം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരു ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കും? പറ്റുമോ? ഭഗവത്ഗീത ഭാഗവതം മുഴുവൻ ഗുരുശിഷ്യ ബന്ധത്തിലൂടെയുള്ള വാക്കുകളാണ്, അല്ലേ? ആണോ? വ്യാസമഹർഷിയുടെ മുന്നിൽ ശുകദേവ ഗോസ്വാമി ചമ്രം പടഞ്ഞിരുന്ന് ഭഗവാന്റെ ലീലകൾ ശ്രവിച്ചു, ഭഗവാന്റെ മഹിമകൾ ശ്രവിച്ചു. ശുകദേവ ഗോസ്വാമിയുടെ മുന്നിലിരുന്ന് പരീക്ഷിത് മഹാരാജാവ് ഈ ആത്മാവിന്റെ യാത്രയെക്കുറിച്ച്, ഭഗവാന്റെ ലീലകളെക്കുറിച്ച് ശ്രവിച്ചു, ഇല്ലേ? അപ്പം ഇതെല്ലാം പ്രഭുപാദരുടെ ഗുരുവിൽ നിന്ന് ഇത് ശ്രവിച്ചു, ഈ ശാസ്ത്രം ശ്രവിച്ചു. അപ്പൊ അങ്ങനെ ഒരു ഗുരുശിഷ്യ ബന്ധം ഇല്ലാതെ എത്ര കൃത്യമായി എന്ന് പറയുന്നില്ല, എത്ര മനോഹരമായിട്ട്, കൃത്യത എന്ന് പറയുന്നില്ല, എത്ര മനോഹരമായി ഈ ഭഗവത്ഗീതയ്ക്ക് പ്രഭാഷണം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ആ വ്യാസാസനത്തിൽ ഇരിക്കാൻ അർഹത ഉണ്ടാവില്ല. ആദ്യം വേണ്ടത്, എനിക്ക് പ്രഭാഷണം ചെയ്യാൻ കഴിവുണ്ട് എന്ന് തോന്നലുണ്ടെങ്കിൽ, എനിക്ക് സംസാരിക്കാൻ കഴിവുണ്ട്, ഇതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാൻ കഴിവുണ്ട് എങ്കിൽ ആ വ്യക്തി ആദ്യം ചെയ്യേണ്ടത് അർജുനനെ പോലെ, വ്യാസമഹർഷിയെ പോലെ, ശുകദേവ ഗോസ്വാമിയെ പോലെ ഒരു ഗുരുശിഷ്യ ബന്ധം സ്ഥാപിക്കുകയാണ് ആദ്യം വേണ്ടത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കയറി ചിലപ്പം തോന്നിവാസം പറയും. വാക്കുകൾക്ക് മാറ്റം ഉണ്ടാവും, അറിയാതെ ഉണ്ടാവുന്നത്. ശരിയോ തെറ്റോ? ശരിയാ പ്രഭു. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് മാത്രമേ നമ്മൾ ശാസ്ത്രം ഗ്രഹിക്കാനും ശ്രമിക്കാവൂ. വാക്കുകളുടെ ചാരുതയിൽ
നമ്മൾ ആകർഷിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വഴി പിഴയ്ക്കപ്പെട്ടേക്കാം. സ്വയം ന്യായീകരണങ്ങളുണ്ടാകും. കാര്യം തൻ്റെ തെറ്റുകളെ അംഗീകരിക്കാൻ കഴിയാതെ അതിന് ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് ഉള്ള വാക്കുകൾ പ്രഭാഷണങ്ങളിലൂടെ ഉണ്ടാകും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നതും അതുതന്നെയാണ്. ശ്രേഷ്ഠ സുധാമ ബ്രാഹ്മണനെ ആരും തന്നെ മലയാളികൾക്കിടയ്ക്ക് ഭാഗവത പ്രഭാഷണം ചെയ്യുന്നവരുടെ ഇടയ്ക്ക് ശ്രേഷ്ഠ ബ്രാഹ്മണനായ സുധാമ എന്ന് അഭിസംബോധന ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. ഇല്ലെന്ന് തന്നെ പറയാം. പറയാൻ ആഗ്രഹം എന്താ? എന്താ ആഗ്രഹം? എങ്ങനെ പറയാൻ ആഗ്രഹം? എങ്ങനെ പറയാൻ ആഗ്രഹം? എന്ന് പറയും ആ, കുചേലനായിട്ട്, അഴുക്ക് വസ്ത്രവും മുഷിഞ്ഞ വസ്ത്രവും ധരിച്ചവനായിട്ട് പറയാൻ ആഗ്രഹം. അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയെ ആരും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല എന്നുള്ളതല്ല, ക്ഷമിക്കണം, അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയെ ആരും ദർശിക്കുന്നില്ല. ആ ദർശിക്കാത്തത് ഈ ഗുരുശിഷ്യ ബന്ധം ഇല്ലാത്തത് കൊണ്ടാ. ഒരു രാത്രി കൊണ്ടാണ് സുധാമയ്ക്ക് ഒരു ദേവസാമ്രാജ്യം തന്നെ കിട്ടിയെന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. അങ്ങനെ സുധാമ ഭഗവാന്റെ അടുത്ത് ചെല്ലാനുണ്ടായ സാഹചര്യം തൻ്റെ പത്നിയുടെ അചഞ്ചലമായ ദൃഢതമമായ വിശ്വാസം കൊണ്ടാണ്. ഒന്നും ചോദിക്കണ്ട, അവിടെ പോയി വെറുതെ നിന്നാൽ മതി എന്നൊരൊറ്റ വാക്കിലുള്ളതുകൊണ്ടാണ്. ആണോ അല്ലേ? ആണോ അല്ലേ? അതെ 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 ഹരേ ആ കൃഷ്ണ. വിശ്വാസം ആ വിശ്വാസം. അപ്പൊ ഒന്നും ചെയ്യണ്ട. സത്സംഗങ്ങളിൽ വെറുതെ അവിടെ പോയി ഇരുന്നാൽ മാത്രം മതി. മനസ്സിലാവുന്നോ? വേണ്ട, മനസ്സിലാവണ്ട. ആ, ആ സത്സംഗത്തിൽ പോയി ഒന്ന് ഇരുന്നാൽ മതി. അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും. നീ ബോറടിക്കുന്നു, ഉറങ്ങിക്കോളൂ, കുഴപ്പമില്ല. കൂർക്കം അങ്ങനെ വലിക്കാതിരുന്നാൽ മതി. കൂർക്കം വലിക്കാതിരുന്നാൽ മതി, എന്നെ പോലെ. ഉറങ്ങിക്കോളൂ, കുഴപ്പമില്ല. അതിനും ഒരു ഗുണമുണ്ടാവും. പക്ഷെ സത്സംഗങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. പരമമായ പ്രധാനം. ദേവഗണങ്ങളുമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഭഗവാന്റെ പ്രസാദമാണ് അവിടെ നമ്മൾ കഴിക്കുന്നത്. പല രോഗങ്ങൾക്കും നമുക്ക് ശാന്തി ഉണ്ടാവും, നമ്മൾ അറിയുന്നില്ല. പല രോഗങ്ങൾക്കും. അതിനകത്ത് ഏറ്റവും വലിയ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക രോഗമാണ്, അല്ലേ? ആണോ അല്ലേ? അതെ ആണോ? പ്രഭു, ശരിയാണ്. സംശയങ്ങൾ അപ്പൊ ആ മാനസിക രോഗങ്ങൾ ഇല്ലാതെ വരുമ്പോൾ, സംശയം എന്നുള്ളതല്ല, മാനസിക രോഗങ്ങൾ ഉൾക്കണ്ട. മാനസിക രോഗങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ശാരീരികവുമായിട്ടും നമുക്ക് ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. എന്താ ചോദിക്കാം, ഡയബറ്റിക്സ് മാറുമോ? ഇതിനൊക്കെ ചില ചോദ്യം ഉണ്ടാവും. ഡയബറ്റിക്സ് അങ്ങ് മാറിക്കോ, ഞങ്ങൾ പോയിരുന്നു കഴിഞ്ഞാൽ ഡയബറ്റിക്സ് മാറത്തില്ല. പക്ഷെ ഡയബറ്റിക്സിനൊരു നിയന്ത്രണം ഉണ്ടാകാനുള്ളൊരു ബോധം നമുക്കുണ്ടാവും. എന്തുകൊണ്ടാ? ഈ ശരീരം എന്ന് പറയുന്നത് 5 ഘടകങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഈ 5 ഘടകങ്ങളുടെ സ്വാധീനം എപ്പോഴും ഉണ്ടാവും. ഭൂമിരാപോ അനലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാരം വിധീയമ്മ ഭിന്ന പ്രകൃതി രഷ്ടത. ഏതൊക്കെയാ 5 ഘടകങ്ങൾ? വായു, ആകാശം, പറഞ്ഞാട്ടോ. പൃഥ്വി തേജോ വായു ആകാശം. വായു ജലം ആകാശം അഗ്നി, ജലം, അഗ്നി ഭൂമി. ഭൂമി. ഈ 5 ഘടകങ്ങളാകുമ്പം ഈ 5 ഘടകങ്ങൾ പ്രകൃതിയിൽ നിന്നുണ്ടായതാ. അപ്പം പ്രകൃതി എന്ന് പറയുന്നത് 3 ഗുണങ്ങൾ അടങ്ങിയതാ. ആണോ അല്ലേ? തീർച്ചയായിട്ടും ആ 3 ഗുണങ്ങൾ ഈ ശരീരത്തെ ബാധിച്ചിരിക്കും. അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തേണ്ടത് എങ്ങനെ? ഭയങ്കര ഒരു സെൻസിറ്റീവായ സബ്ജക്റ്റാണ്. പ്രൊട്ടക്ട് ചെയ്ത് നിർത്തേണ്ടത് എങ്ങനെ? ആത്മീയമായി പുരോഗമിച്ചുകൊണ്ടാണ് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തേണ്ടത്. തീർച്ചയായിട്ടും ഈ ശരീരം എന്നൊരു ഫ്രെയിം വർക്കാണ്. മോക്കപ്പ് ആൾറെഡി ചെയ്ത് കഴിഞ്ഞു. പൂർവ്വജന്മത്തിന്റെ ഫലമായി മോക്കപ്പ് ചെയ്ത് കഴിഞ്ഞു.
മോക്കപ്പ് ചെയ്ത് കഴിഞ്ഞു. ആ മോക്കപ്പിൽ ഉണ്ടാകേണ്ട കേടുപാടുകളെല്ലാം ഉണ്ടാകും. അതിന് കുറച്ച് ചില മിനുക്ക് പണികൾ മാത്രം ചെയ്യേണ്ടി വരുന്ന കേടുപാടുകളായിട്ട് ഒരു പക്ഷേ മാറാം. കാര്യം പൂർവ്വജന്മത്തിന്റെ ഫലമായിട്ടാണ് ഈ മോക്കപ്പ് ബോഡി വെച്ചിരിക്കുന്നത്. അതിന് അനുയോജ്യമായിട്ടുള്ള ശരീരം ആയിക്കഴിഞ്ഞു. ഇനി അതിൽ പുരോഗതി പ്രാപിക്കുമ്പോഴാണ് ഇനിയെങ്കിലും അടുത്തൊരു ജന്മം അല്ലെങ്കിൽ ഇഹ ജീവിതത്തിൽ തന്നെ ഈ ഭാരം ഒഴിവാക്കി കിട്ടണം. ഈ ഭാരം ഒഴിവാക്കി കിട്ടണം എങ്കിൽ മാത്രമേ സ്വതന്ത്രമായി എനിക്ക് നടക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഒരു ഡിവോട്ടി മറ്റാകസ്മിക മരണങ്ങൾ സംഭവിക്കുമ്പോഴും അത് ആ മോക്കപ്പ് ബോഡിയുടെ ഭാഗമായിട്ടാണ്. പക്ഷേ ചിന്തകൾ ഭഗവാനിലായിരിക്കാം, ഭഗവത് പ്രാപ്തിയായിരിക്കാം വരുന്നത്. ഇതൊക്കെ ഒരുപാട് വളരെ സെൻസിറ്റീവായിട്ടുള്ള സബ്ജക്റ്റുകളാണ്. അപ്പം ആ ചിന്തകൾ നമ്മൾ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഭക്തി സേവനത്തിലൂടെ മുന്നോട്ട് പോയെങ്കിലേ പറ്റത്തുള്ളൂ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപിചർവാസുന്ധൂപ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാനുണ്ട്? വളരെ മനോഹരമായിട്ട് നമ്മൾ സുധാമചരിതം 2 അധ്യായങ്ങളിലൂടെ കഴിഞ്ഞു. നെക്സ്റ്റ് വീക്ക് ഇതിലെ ചില റിയലൈസ്ഡ് പോയിന്റ്സ്, എൻ്റെ മനസ്സിനെ എന്തൊക്കെ ഇതിനകത്ത് ഇരുത്തി ചിന്തിച്ചു, എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം. ഒന്ന് റിവ്യൂ ചെയ്യണ്ടേ? പറഞ്ഞാട്ടെ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. ഒരു സംശയമല്ല, മറ്റുള്ളവർ ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ട മറുപടി എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയാണ്. അതായത് നമ്മുടെ ഭഗവാന് അർജുനന് ഗീത ഉപദേശിക്കുന്നു. അപ്പോൾ അത് സജ്ജയൻ ഗുരുവിന്റെ കൃപ കൊണ്ട് അത് കേൾക്കുന്നു. അപ്പോ അർജുനൻ പക്ഷേ ആർക്കും ഉപദേശിച്ചിട്ടില്ല. അർജുനൻ കേട്ടതേ ഉള്ളൂ, അർജുനന് ശിഷ്യരില്ല. അവിടെ സാക്ഷിയാകുകയോ കേൾക്കുകയോ ചെയ്തായി പറയാത്ത വ്യാസഭഗവാനാണ് ഗുരുവായിട്ട് വരുന്നത്. അദ്ദേഹമാണ് ഗുരു പരമ്പരയിലൂടെ വരുന്നത്. ഇതിനെ തമ്മിൽ എങ്ങനെ ബന്ധിക്കും എന്നൊരു ചോദ്യം. എങ്ങനെയാണ് മറുപടി പറയേണ്ടത്? തീർച്ചയായിട്ടും അർജുനന്റെ കടമ എന്തായിരുന്നു? യുദ്ധം, ക്ഷത്രിയധർമ്മം. ശരി. ഇനി അർജുനന്റെ മകൻ ആരായിരുന്നു? അഭിമന്യു. അഭിമന്യുവിന്റെ മകൻ പരീക്ഷത്ത്. ഉപദേശിച്ചില്ലെന്ന് പറയാൻ പറ്റും? പരീക്ഷത്തെ കൂടെ നമ്മൾ കേൾക്കുക. പരീക്ഷത്ത് മഹാരാജന്റെ മകൻ ആരാ? ജനമേജയൻ. ഉപദേശിച്ചില്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? അർജുനൻ നേരിട്ട് ഉപദേശിച്ചില്ലെങ്കിലും മറ്റുള്ളവരിൽ കൂടി എല്ലാ കുടുംബാംഗങ്ങൾക്കും ഉപദേശിച്ചു കൊടുത്തു. ഇല്ലേ? ജനമേജയൻ വരെ എത്തിയില്ലേ? നമ്മള് എത്തിയില്ലേ? അതെ, അതിലൂടെയാണ് ഭാഗവതവും ഭഗവത്ഗീത ഉണ്ടായില്ലേ? ഭാരതവും എല്ലാം വരുന്നത് അതിലൂടെയാണല്ലോ. ഭാരതം ആരംഭിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അത് ശരിയാണ്. ഇത്രയുള്ള കാര്യം. നമ്മള് ഇതാ പറഞ്ഞു, നമ്മൾ ഡീപ്പായിട്ട് പോകുമ്പോൾ ചിന്തിക്കുമ്പോൾ മാത്രമേ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഹരേ കൃഷ്ണ. മറ്റെന്തെങ്കിലും ഇതിനകത്ത് വാല്യൂ ആഡഡ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. സീരിയസ്. ഹരേ കൃഷ്ണ. കൃഷ്ണ. അപ്പോ അതിലൊരു രഥയാത്രയെ കുറിച്ച് പറഞ്ഞിരുന്നു, രഥയാത്ര ചെയ്യണമെന്ന്. അപ്പൊ 2 മാസം കഴിഞ്ഞ് രഥയാത്ര പ്രഭു വരണം. പിന്നെ ഇനി അടുത്ത വർഷം കൊട്ടാരക്കര നമുക്ക് ഒരുമിച്ച് കൊട്ടാരക്കര രഥോത്സവം ചെയ്യണം. രഥയാത്ര ചെയ്യണം. കറക്റ്റ്. ഇന്ന് അവിടെ രഥയാത്ര എന്നാ ചെയ്യാൻ പോകുന്നത്? ജൂലൈ. എന്തോ എന്നാ ചെയ്യുന്നേ? ജൂലൈ. ഡേറ്റ് ഫിക്സ് ആയില്ല. ഓക്കെ. അപ്പൊ എല്ലാരും വരിക. പ്രഭുജിയുടെ ആദരപൂർവ്വം, പ്രഭുജിക്കും പ്രഭുജിയുടെ കുടുംബത്തിനും എല്ലാവർക്കും ആദരപൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമ ഹരേ രാമ 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 ഹരേ ഹരേ ജഗൽപതരൂപേശ കൃപാ സിന്ധുഭേവജ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ അനേകോടി വൈഷ്ണവ വൃന്ദയ്ക്ക് ഹരിനാമ സങ്കീർത്തന യജ്ഞയ്ക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രിക്ക് ശ്രീല പ്രഭുപാദിക്ക് ജയ് ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ. ധന്യവാദ. ഹരേ കൃഷ്ണ.